ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വീട്ടിൽ തന്നെയുള്ളത്, ശങ്കുരു ഉറങ്ങാം. അപ്പോൾ ഐ തോട്ട് ഐ ഷെയർ എ സ്പെഷ്യൽ റെസിപ്പി വിത്ത് യു. ഐ കോൾ ദിസ് മൈ മാജിക് റെസിപ്പി. ഇത് എൻ്റെ റെസിപ്പി അല്ല കേട്ടോ, ഞാനത് വഴിയെ പറഞ്ഞുതരാം. സോ ഇതെന്ന് വെച്ചാൽ ഐ എം ഗോയിൻ ടു ഷെയർ വിത്ത് യു ഹൗ ടു മേക്ക് ഉലുവ കഞ്ഞി ഓർ ഫെനുഗ്രീക് പോറിജ് which has so many health benefits. അപ്പോൾ നിങ്ങൾക്ക് ഉലുവ അല്ലെങ്കിൽ ഫെനുഗ്രീക്ക് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാദ്യം വരുന്നതായിരിക്കും, ഓ ഇത് പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ഡെലിവറി കഴിയുമ്പോൾ കഴിക്കേണ്ട ഒരു റെസിപ്പി ആയിരിക്കുമെന്ന്. യെസ്, ഓഫ് കോഴ്സ് ആണ്. പക്ഷേ ഈ ഒരു സീഡ് അല്ലെങ്കിൽ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റിന് വേറെയും കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഈ ഉലുവ ഓവർനൈറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് കുടിക്കുകയാണെങ്കിൽ നമ്മളെ ഡൈജഷന് നല്ലതാണ്, നമ്മളെ സ്കിൻ പ്രോബ്ലംസിന് നല്ലതാണ്, ഇൻഫ്ലമേഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇറ്റ്സ് ദ ബെസ്റ്റ്. പിന്നെ യങ് ഗേൾസ് അല്ലെങ്കിൽ ഇങ്ങനെ മെൻസ്ട്രുവൽ ക്രാംസ് ഒക്കെ ഉള്ള സമയത്ത് ഈ ഒരു പോറിജ് കുടിച്ചാൽ നല്ലൊരു കംഫർട്ടിംഗ് ആണ്. പിന്നെ ബ്ലഡ് ഷുഗർ ലെവൽസ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. കുറേ ഹാർട്ട് ഡിസീസസിനൊക്കെ ഒരു ഹെൽപ്പ് ചെയ്യും ഇത്. വേറെയും കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ്, ഹെയർ ഫോൾ പ്രിവെൻറ്റ് ചെയ്യും. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ പോസ്റ്റ് പാർട്ടത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തൊരു റെസിപ്പിയാണിത്. എന്ന് വെച്ചാൽ എൻ്റെ മിൽക്ക് പ്രൊഡക്ഷൻ ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ, മിൽക്ക് സപ്ലൈ ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഇത് ഹെൽപ്പ് ചെയ്തിരുന്നു. ഞാൻ എൻ്റെ പോസ്റ്റ് പാർട്ടം നാട്ടിലായിരുന്നു, എൻ്റെ വീട്ടിലായിരുന്നു ഒരു 2 months. അപ്പോൾ അവിടെ ഒരു ചേച്ചി വരുമായിരുന്നു എന്നെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കുള്ള ഫുഡ്, ബേബീനെ കുളിപ്പിക്കുന്ന അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ചേച്ചിയുടെ ഒരു റെസിപ്പിയാണിത്. എനിക്കറിയാം കുറേ പേർക്ക് ഇതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഉണ്ടായിരിക്കും, നിങ്ങളൊക്കെ വേറെ വേറെ രീതിയിലായിരിക്കും ഇത് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള റെസിപ്പി. പിന്നെ ആ ചേച്ചി ഒരു 2 months കഴിഞ്ഞിട്ട് പോയിട്ട് എൻ്റെ അമ്മ ഇത് ഉണ്ടാക്കി തരുമായിരുന്നു, സെയിം രീതിയിൽ എൻ്റെ വല്യമ്മ ഉണ്ടാക്കി തരുമായിരുന്നു. പിന്നെ സിംഗപ്പൂർ വന്നു കഴിഞ്ഞിട്ട് രാഹുലിൻ്റെ അമ്മയും ഉണ്ടാക്കി തരുമായിരുന്നു. അപ്പം ഞാൻ എല്ലാവരോടും സെയിം റെസിപ്പിയാണ് പറഞ്ഞു കൊടുക്കുക, ബിക്കോസ് എനിക്ക് അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. അപ്പം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, ഈ എന്നെ നോക്കാൻ വരുന്ന ചേച്ചി എന്നോട് എപ്പോഴും പറയുമായിരുന്നു, ഉലുവ എന്ന് വെച്ചാൽ ഉലുവ കഞ്ഞി അറ്റ്ലീസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ട് 1 week എങ്കിലും മസ്റ്റായിട്ട് കഴിക്കണം, എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് 1 meal. ഞാൻ കുറേ വീടുകളിൽ വർക്ക് ചെയ്യാൻ പോയിട്ടുണ്ട്, പക്ഷെ അവരാരും ഒരു വീക്കിന് കൂടുതൽ ഇത് കഴിക്കാറില്ല, അവർക്കത് ഇഷ്ടമില്ല. പക്ഷെ എൻ്റെ അടുത്ത് വന്നപ്പോൾ ആ ചേച്ചി 2 മാസം വീട്ടിലുണ്ടായിരുന്നു. ആ 2 മാസം ഞാൻ എല്ലാ ദിവസവും ഈ കഞ്ഞി കഴിച്ചിരുന്നു ഫോർ ലഞ്ച്. എനിക്ക് എന്തോ അറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായി. എനിക്ക് ഒരു കയ്പോ അങ്ങനെ ഒന്നും എനിക്ക് തോന്നിയില്ല. കുറേ പേര് പറയും ഉലുവ ഭയങ്കര കയ്പല്ലേ ഇതെങ്ങനെ കഴിക്കുന്നത്, പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അനദർ തിങ് വാസ്, എനിക്ക് ഭയങ്കര മിൽക്ക് സപ്ലൈ ആയിരുന്നു, സോ ഇറ്റ് വാസ് ഹെൽപ്പിംഗ് ശങ്കുരു എ ലോട്ട്. അപ്പം ഇറ്റ് വാസ് എ മോട്ടിവേഷൻ ടു ഹാവ് ഇറ്റ് എവറി ഡേ. അപ്പം ഇത് നിങ്ങൾ പോസ്റ്റ് പാർട്ടമിൽ പോകുന്ന അമ്മമാരാണെങ്കിലോ, അത് ഡെലിവറി ആവാൻ പോകുന്ന അമ്മമാരാണെങ്കിലോ, പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരാണെങ്കിലോ എന്തായാലും ഈ റെസിപ്പി ട്രൈ ചെയ്യണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ ടേസ്റ്റ്. പിന്നീട് നമ്മൾ വെളിയിലൊക്കെ പോകുമ്പോൾ ഞാനിത് ടിഫിനിൽ എടുക്കുമായിരുന്നു പുറത്തുനിന്ന് കഴിക്കാൻ വേണ്ടി. ഇപ്പം ഞാൻ കഴിക്കാറില്ല, പക്ഷേ ഇപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ആൻഡ് ഐ ഡോണ്ട് മൈൻഡ്, എനിക്ക് ഉണ്ടാക്കിയിട്ട് ഞാൻ 2-3 ദിവസം അതന്നെ ചിലപ്പോൾ കഴിച്ചൊന്നും ഇരിക്കും. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ശങ്കുഡുവിന് 16 months ആയി. അപ്പം ഐ എം സ്റ്റിൽ ബ്രസ്റ്റ് ഫീഡിങ് ഹിം, ബിക്കോസ് അവൻ ഫ്രഷ് മിൽക്ക് എടുക്കാറില്ല, അവൻ ഫോർമുല മിൽക്ക് എടുക്കാറില്ല, അവൻ ബോട്ടിലിൽ മിൽക്ക് എടുക്കാറില്ല, ഗ്ലാസ്സിലും എടുക്കാറില്ല. ഞാൻ എല്ലാം ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പം he drinks twice a day, like രാവിലെയും രാത്രിയും he needs breast milk. അപ്പം if I can feed him for like 1.5 years, I feel it's all because of the nutrients I received in the initial months of my postpartum, and definitely this kanji plays a big role in that. So അധികം വൈകിക്കുന്നില്ല, let me show you, okay? അപ്പോൾ ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞുതരാം. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രമാണ് വേണ്ടത്. ജീരകശാല റൈസ്, ചിരവിയ തേങ്ങ, ഗ്രേറ്റഡ് കോക്കനട്ട്, ഉലുവ, ഫെനുഗ്രീക് സീഡ്, അത്രേ ഉള്ളൂ. പിന്നെ സോൾട്ട്, അത്രേ ഉള്ളൂ.
പിന്നെ ഒരു മിക്സിയും വേണം, ഒരു കുക്കറും വേണം. ഓക്കെ. ഫെനുഗ്രീക്ക് നമ്മൾ വെറുതെ വെള്ളത്തിലിട്ട് കുടിച്ചാൽ പോലും നമ്മളെ മിൽക്ക് സപ്ലൈ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യും. എനിക്കിത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്കറിയില്ല, ചിലവർക്ക് ഇത് ഹെൽപ്പ് ചെയ്യില്ലായിരിക്കും, അത് എനിക്ക് പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെ ബോഡി ഡിഫറെൻ്റ് ആണ്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നതാണ് ജീരകശാല റൈസ്. നിങ്ങൾക്ക് വേറെ റൈസും യൂസ് ചെയ്യാം, പക്ഷേ ഇതിനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. പിന്നെ ഉലുവ, ഗ്രേറ്റഡ് കോക്കനട്ട്, പിന്നെ കുറച്ച് ഉപ്പ്. അപ്പം ഉലുവയും അരിയും കൂടെ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമ്മൾ കുക്കറിലിടാം. കുക്കറിലിട്ട് ഒരു 4 വിസിൽ മതിയാവും. ഓക്കെ. അപ്പോൾ 4 വിസിലിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ തേങ്ങ എടുത്തിട്ട് നമ്മൾ വെള്ളം ഇട്ടിട്ട് കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസി വാട്ടർ പോലെ ആക്കണം. ഒരു എന്താ പറയുക, കോക്കനട്ട് മിൽക്ക് ഫോം. അത്രയും ലൂസ് ആയിരിക്കില്ല, തേങ്ങേൻ്റെ പീസസൊക്കെ കടിക്കാൻ കിട്ടണം. അപ്പം നമ്മൾ ഈ കുക്കർ 4 വിസിൽ കഴിഞ്ഞ് അത് തുറന്നിട്ട് അതിലേക്ക് ഈ കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യാം. കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്തിട്ട് കുറച്ചും കൂടി ഒന്ന് നമ്മൾ കുക്കറിൽ തന്നെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തിളപ്പിക്കാൻ വെക്കണം. അതിങ്ങനെ ഒരു തിക്ക് കൺസിസ്റ്റൻസി ആവുന്നവരെ. എന്നിട്ട് കുറച്ച് ഉപ്പിടാൻ കഴിഞ്ഞു. അപ്പോൾ ഇതേ നമ്മൾ ഉലുവാക്കഞ്ഞി റെഡിയായി. എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഷാണ് ഇത്. നിങ്ങൾ ഒരു വീക്കിൽ അറ്റ്ലീസ്റ്റ് 1 മീലായിട്ട് ഇതൊന്ന് കഴിച്ച് നോക്കൂ, എന്നിട്ട് ലെറ്റ് മീ നോ ഹൗ ഇറ്റ് ഈസ്. ഭയങ്കര സിമ്പിളായിട്ടൊരു 10 മിനിറ്റ്സിൽ ഉണ്ടാക്കേണ്ട ഒരു ഡിഷാണിത്. ജീരകശാല റൈസ് എടുത്താൽ അതിൻ്റെതായ ഒരു ടേസ്റ്റ് കിട്ടും. വേറെ റൈസ് എടുത്താൽ ചിലപ്പോൾ ടേസ്റ്റ് മാറുമായിരിക്കും, പക്ഷേ ഇതാണ് എനിക്കിഷ്ടം. പിന്നെ എനിക്ക് മെഷർമെൻറ്റ് എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല, പക്ഷേ ഒരാൾക്കാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 1/2 കപ്പ് അരിക്ക് 1 പിടി ഉലുവ. 1 പിടി എന്ന് വെച്ചാൽ ഏകദേശം ഇത്ര ഉണ്ടാവും. പോസ്റ്റ് പാർട്ടമിൽ തന്നെ ട്രൈ ചെയ്യണം എന്നില്ല, ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇത് കഴിക്കാം. സോ hope you like this video. Thank you for watching. Until I see you next time. Bye bye.